ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം. ഇവർ PM ഇസ്മായിൽ എന്നാണ്. ഞാനിപ്പോൾ കൺസ്യൂമർ ഫെഡറേഷൻ്റെ ചെയർമാൻ്റെ ചുമതല വഹിക്കുന്ന വൈസ് ചെയർമാൻ. തെരഞ്ഞെടുപ്പായിട്ടില്ല. ചെയർമാൻ രാജിവെച്ചതിനെ തുടർന്നാണ് PPS ചുമതല വന്നത്. രാജിവെച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CPIMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ കൺസ്യൂമർ ഫെഡറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഒഴിവായി. ഇന്ന് വിളിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും വിഷു, ഈസ്റ്റർ ചന്തയെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. എല്ലാ വർഷവും വിഷുവിനും ഈസ്റ്ററിനും ഇതുപോലുള്ള ചന്തകൾ കൺസ്യൂമർ ഫെഡറേഷൻ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം 170 കേന്ദ്രങ്ങളിലാണ് ഇത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൺസ്യൂമർ ഫെഡറേഷൻ്റെ തന്നെ എല്ലാ ത്രിവേദി സ്റ്റോറുകളും മാർക്കറ്റുകൾ ആരംഭിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ജില്ലാ കേന്ദ്രങ്ങളിൽ എല്ലാ ജില്ലയിലെ കേന്ദ്രങ്ങളിലും മാർക്കറ്റ് ആരംഭിക്കണം എന്നാണ് തീരുമാനിച്ചത്. സംസ്ഥാനതല ഉദ്ഘാടനം ഈ വരുന്ന 11-ാം തീയതിയാണ് രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത്. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ആന്റണി രാജു MLA. ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ V ശിവൻകുട്ടി, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. തുടർന്ന് 12-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാർക്കറ്റിൽ പ്രധാനമായിട്ടും 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. സബ്സിഡി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് സബ്സിഡി നിരക്കിൽ ഈ സാധനങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ 13 ഇനം സാധനങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് ഏറ്റവും ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ തന്നെ ഒരു ഏജൻസിയെ, കാഷ്യൂ എക്സ്പോർട്ടേഴ്സ് പ്രൊമോഷൻ കൗൺസിലിന് കൊല്ലത്തുള്ള ഈ സ്ഥാപനത്തെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഞങ്ങൾ സാധനങ്ങൾ ഇറക്കി ഓരോന്നും ഇറക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിലയാണെങ്കിൽ പരമാവധി ടെൻഡർ വഴി വില നിശ്ചയിച്ച് വാങ്ങാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. സാധനങ്ങളുടെ ഗുണനിലവാരവും അതുപോലെ അതിൻ്റെ സംഭരണവും എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മാർക്കറ്റിൻ്റെ പ്രവർത്തനം ഈ 11-ാം തീയതി, ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഇതിൽ ഈ വിപണിയിലെ ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഇനിയും വില കൂടും എന്നാണ് ഇപ്പോഴത്തെ വിപണിയുടെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എല്ലാത്തിൻ്റെയും സാധനത്തിന് വില കൂടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ വിലയനുസരിച്ചാണെങ്കിൽ തന്നെ 1605 രൂപയുടെ 13 ഇനം സാധനങ്ങളാണ് ഞങ്ങൾ 1136 രൂപ സബ്സിഡി നൽകുന്നത്. അതിലിപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ 1 ലിറ്ററിന് ഇപ്പോൾ കേരളപ്പെട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നത് 350 രൂപയാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 350 രൂപയാണ്. ഞങ്ങൾ 1 ലിറ്ററിന് കൊടുക്കുന്നത് 229 രൂപയാണ്. അത്ര വില വ്യത്യാസം. അരിയാണെങ്കിൽ ഏതാണ്ട് 49 രൂപ ഓപ്പൺ മാർക്കറ്റ് ഉള്ളപ്പോഴാണ് 33 രൂപയ്ക്ക് അരി കൊടുക്കുന്നത്. ഇതിലെല്ലാ സാധനങ്ങളും 13 ഇനം സാധനങ്ങളുടെയും വില സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി എന്താണോ വില നിശ്ചയിച്ചിരിക്കുന്നത് ആ വിലയ്ക്കാണ് ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. അത് കൊടുക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി സാധനങ്ങൾ ഏതാണ്ട് 10% മുതൽ 45% വരെ വില കുറച്ചാണ് ഈ നോൺ സബ്സിഡി സാധനങ്ങൾ കൊടുക്കാനായിട്ട്. അതിലിപ്പോൾ ഈ നമ്മുടെ വിഷുവിന് ആവശ്യമുള്ള ഒത്തിരി സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയണം എന്ന നിലയിലാണ്. അതിൽ തേയില, അതുപോലെ തന്നെ ബിരിയാണി അരി, കാട്ട, മൈദ, റവ, അരിപ്പൊടികൾ, പാലട, അരിയട, ചുവന്നുള്ളി, സവാള തുടങ്ങിയ എല്ലാ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം തന്നെ ഈ 13 ഇനം കൂടാതെ സബ്സിഡി നിരക്കിലുള്ള 13 ഇനം കൂടാതെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം കൊടുക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഗുണനിലവാരവും കഴിയുമായി
വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ സപ്ലൈസുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ വില നിശ്ചയിച്ചാണ് ഇപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാർക്കറ്റിൻ്റെ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇപ്പോൾ എം ഡി ഉണ്ട്. ഈ മാർക്കറ്റിൻ്റെ പ്രചരണം നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടാകണം. മാർക്കറ്റ് നന്നായിട്ട് വിജയിപ്പിക്കാൻ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടത്തണമെന്ന് പരിചയപ്പെട്ട ഞാൻ സലീം, ഞാൻ മാനേജിംഗ് ഡയറക്ടറാണ്. ചെയർമാൻ ഇസ്മായിൽ സാർ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളോടൊപ്പം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ ശ്രീ ശ്യാമുണ്ട്. ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് മിസ്റ്റർ രൂപേഷാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ചേർക്കാനുള്ളത്, ഈ സംസ്ഥാന ഉദ്ഘാടനം നടക്കുന്ന തിരുവനന്തപുരത്ത് ആ ചന്തയിൽ ഒരു ദിവസം 300 ഉപഭോക്താക്കൾക്ക് ഈ 13 സാധനങ്ങൾ വിൽക്കാൻ കഴിയും. ജില്ലാ തലത്തിൽ ഉദ്ഘാടനം നടക്കുന്ന ചന്തയിൽ 150 പേർക്കാണ് ഒരു ദിവസം. ബാക്കി എല്ലാ ചന്തകളിലും 75 പേർക്ക് വെച്ചിട്ടാണ് പെർ ഡേ ഈ 13 സബ്സിഡി സാധനങ്ങൾ കൊടുക്കുന്നത്. ഈ സബ്സിഡി സാധനങ്ങളോടൊപ്പം സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളും 30% വരെ വിലക്കുറവിൽ കൊടുക്കാൻ കഴിയുന്നതെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട്. എല്ലാം തയ്യാറായിട്ടുണ്ട്. വിഷുവിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. ഈ സീസണിലൂടെ നമ്മൾ 17 കോടി രൂപയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളും 33 കോടി രൂപയുടെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, 50 കോടി രൂപയുടെ ഉൽപ്പന്നമാണ് ഈ വിഷു ഈസ്റ്റർ സീസണിൽ ലക്ഷ്യമിടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ ചേർക്കാനുള്ളത്, വെളിച്ചെണ്ണ നമ്മൾ സംരക്ഷിക്കുന്നത് സഹകരണ മേഖലയിലെ സഹകാരികളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ഓണത്തിന് 17 കോടി രൂപയുടെ സഹകരണ മേഖലയുടെ ഉൽപ്പന്നം ഓണം സീസണിൽ വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സഹകരണ മേഖലയ്ക്ക് മായം ചേർക്കാത്ത വെളിച്ചെണ്ണ വിൽക്കാൻ കിട്ടുന്ന ഒരു വലിയ ഒരു സാധ്യത കൂടിയാണ് ഇതിലൂടെ കാണുന്നത്. സഹകരണ മേഖലയുടെ ഉൽപ്പന്നമായ വെളിച്ചെണ്ണ പ്രധാനമായിട്ട് വിൽക്കുന്നത്. ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ടെൻഡറിലൂടെ വാങ്ങി പ്രൊക്യൂർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യം സാർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഗുണഭോക്താക്കൾക്ക് വരുന്നതിന് 300 പേര് ചന്തയിൽ 150 പേരെന്ന് വരുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ടോക്കൺ കൊടുത്തുകൊണ്ട് സമയക്ലിപ്തത ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും ജില്ലാതല ഉദ്ഘാടനവും നിശ്ചയിച്ചിട്ടുണ്ട് 12-ാം തീയതി തന്നെ. ചിലപ്പോൾ 15-ാം തീയതി ഉച്ച വൈകുന്നേരം നിശ്ചയിച്ചിട്ടുള്ള ജില്ലകളുമുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഉദ്ഘാടനം നമ്മുടെ ഗാന്ധിനഗറിലെ ത്രിവേണി സ്റ്റോറിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മേയറാണ് നിർവഹിക്കുന്നത്. 12-ാം തീയതി രാവിലെ 12-ാം തീയതി രാവിലെയാണ് 10 മണിക്കാണ് ബഹുമാനപ്പെട്ട മേയറാണ് അതിൻ്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലയിൽ നിർവഹിക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ ജില്ലകളിലും അതിൻ്റെ ഉദ്ഘാടനത്തിനൊപ്പം തന്നെ ചന്ത ആരംഭിക്കുകയാണ്. 14-ാം തീയതിയാണ് വിഷു. 13-ാം തീയതി ഓടിയോടി ഒരു വിതരണം പൂർത്തീകരിച്ചു. 14-ാം തീയതി തുടർന്ന് ഈസ്റ്റർ വരെയും ചന്ത തുറന്നുകൊണ്ടേ. ഇതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. വിലയുടെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ചന്തയുടെ വിന്യസിച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് 15 ചന്തകളുണ്ട്, കൊല്ലത്ത് 26 എണ്ണം, പത്തനംതിട്ട 12, ആലപ്പുഴ 14, കോട്ടയം 9, ഇടുക്കി 8, എറണാകുളം 15, തൃശ്ശൂർ 13, പാലക്കാട് 13, മലപ്പുറം 12, കോഴിക്കോട് 15, വയനാട് 2, കണ്ണൂർ 6 എണ്ണം, കാസർഗോഡ് 7. പിന്നെ അത്യാവശ്യം വരുന്ന 3 എണ്ണം ചേർക്കാനോടൊപ്പം ചേർത്തിട്ടാണ് ത്രിവേണികളുടെ മൊത്തം കണക്ക്. 170 ചന്തകളാണ് കേരളത്തിൽ മൊത്തം വികസിക്കപ്പെട്ടിട്ടുള്ളത്, സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഉൽപ്പന്നങ്ങളും വിഷു ആയതുകൊണ്ട് പ്രത്യേകിച്ചും മലബാർ റീജിയനിലും എല്ലാം കേന്ദ്രീകരിച്ചിരുന്ന എല്ലാ വാഴയില ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്റ്റോറിലൂടെ തന്നെ വിൽക്കാൻ ശ്രമം നടത്തും.